പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവർക്കും വലിയ അനുഗ്രഹവും സമാധാനവും സൗഖ്യവും സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ്. എൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെയും ഞാൻ തള്ളിക്കളയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനം നമുക്ക് കണ്ണടച്ച് സ്വീകരിക്കാം, നമ്മുടെ ഹൃദയത്തെങ്കിലേക്ക് സ്വീകരിക്കാം. ഈശോ പറയാണ്, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ആകുലതകൾക്കും ഏത് സങ്കടങ്ങൾക്കും ഉത്തരമുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭാരങ്ങളുടെയും വഴികളിൽ അങ്ങാണ് ഞങ്ങളുടെ ആശ്രയമെന്ന് ക്രൂശിതനായ യേശുവിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പണിതുയർത്താനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് അനുഗ്രഹം പൂർണ്ണമാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വാഗ്ദാനങ്ങളുടെ വലിയൊരു പരമ്പര തന്നെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വാഗ്ദാനങ്ങളുടെ വാഗ്ദാനങ്ങളാണ്. 8500-ലധികം വാഗ്ദാനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കാനുള്ളതാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങളൊന്നും പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കാതെ വരുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നു: ദൈവമേ, എനിക്കെങ്ങനെയാണ് അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നത്? ഈ വിഷയം നമ്മൾ പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പരിചിതമായ തിരുവചന ഭാഗം എങ്കിലും ഈ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വചനഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഇതിനുശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനയിൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. പലതവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഈ സമയം നമ്മൾ തിരുവചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഈശോ 3-ാം തവണയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്? ശിഷ്യന്മാർക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരാരാണ്? ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുത്ത് ജീവിച്ചു കൊണ്ടിരുന്ന പല സ്വഭാവക്കാരായിട്ടുള്ള ശിഷ്യന്മാർ. ഇവരെ ഈശോ വിളിച്ചു ചേർത്തു. എന്നിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പഠിപ്പിക്കുക മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ എല്ലാ സവിശേഷതകളും പല ഘട്ടങ്ങളിലായി അവർക്ക് കാണിച്ചു കൊടുത്തു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു: യേശുവാണ് സത്യദൈവം, യേശു കർത്താവാണ് എന്നുള്ളൊരു ആത്മീയ അവബോധത്തിലേക്ക് ഈ ശിഷ്യന്മാർ കടന്നു വന്നു.
ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഘട്ടം സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? യേശുവിൻ്റെ മരണത്തോടു കൂടിയാണ്. യേശുവിൻ്റെ മരണത്തോടു കൂടി ഈ ശിഷ്യന്മാർ നാഥനില്ല കളരിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിതറിക്കപ്പെട്ടു. ഇതാണ് അവരുടെ അവസ്ഥ. നിരാശയും ദുഃഖവും മൂലം ചിതറിക്കപ്പെട്ട ആടുകൾ. അവരുടെ മുഖം മ്ലാനമാണ്, സന്തോഷമില്ല. കാരണം എന്താണ്? അവരുടെ ഗുരു മരിച്ചു കഴിഞ്ഞു. ഇക്കാലമത്രയും അവർക്ക് ഗുരുവുണ്ടായിരുന്നു, നേതാവുണ്ടായിരുന്നു. ആ നേതാവിൻ്റെ ചുവടുപറ്റിയാണ് ഇവർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇതാ ഗുരു മരിച്ചു. ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇനി ഈ പണിയും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം എന്ന് തുടങ്ങി അവരുടെ തലയിൽ വ്യത്യസ്തങ്ങളായ ചിന്തകൾ ഉടലെടുത്ത ഒരു സമയത്താണ് ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മളോട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഒരു പ്രവചനം പോലെ ശിഷ്യന്മാരോട് പറയുക, ഈ രാത്രി ഇതാ ആടുകളെല്ലാം ചിതറിക്കപ്പെടും. യേശു മരിച്ച രാത്രി ആടുകളെല്ലാം ചിതറിക്കപ്പെട്ടു. ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം പഠിപ്പിക്കുന്നു: യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാവും. ഞാൻ ഇങ്ങനെ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതാണ് ശിഷ്യന്മാരുടെ അവസ്ഥ. ചിതറിക്കപ്പെട്ട അനുഭവം, നിരാശയും ദുഃഖവും. ഇക്കാലം അത്രയും ഞങ്ങൾ നടന്നതും ഞങ്ങൾ പ്രതീക്ഷിച്ചൊന്നും നടന്നില്ലല്ലോ, ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഈ ശിഷ്യന്മാരുടെ അനുഭവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ സംഭവിക്കാറില്ലേ? ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതൊന്നും നടക്കാൻ പോണില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് മെച്ചമുള്ളത്? ഇനി ഞാൻ എന്തിനാ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥ വളരെ ദുരിതകരമായ അവസ്ഥയാണ്. മുമ്പോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവൻ്റെ ഒരവസ്ഥ. നീന്തുന്നവന് മുമ്പിൽ ഒരു തുരുത്തെങ്കിലും അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതവന് പ്രത്യാശയാണ്, അല്ലേ? അതായത് അവന് കൈയെത്തും ദൂരത്തെത്താൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നതും ഈ പ്രത്യാശയല്ലേ? ജോലി കഴിഞ്ഞ് നീ നിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഉണ്ടെന്നുള്ള പ്രത്യാശയല്ലേ നിന്നെ ആ ഭവനത്തിലേക്ക് എത്തിക്കുന്നത്? ഈ പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിരാശയും ദുഃഖവും വരും. അനേക വ്യക്തികളൊക്കെ മദ്യപാനത്തിന് അടിമകളായി മാറുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർക്ക് പ്രത്യാശിക്കാനൊന്നുമില്ല. ഇനി എന്തിന് ജീവിതം? ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യം? നിരാശയും ദുഃഖവും, ആരും കാത്തിരിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, റോഡ് സൈഡുകളിലൊക്കെ ട്രാഫിക് പോലീസ് ചില സ്ഥലത്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്: സൂക്ഷിച്ച് യാത്ര ചെയ്യണം, കാരണം നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന അവസരത്തിൽ അവൻ അല്പം കൂടെ കെയർഫുള്ളാവും. കാരണം എൻ്റെ യാത്ര മുന്നോട്ടുള്ള വഴികളിൽ ആരോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയാണ് നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, യേശു നൽകുന്ന വാഗ്ദാനങ്ങളുടെ പ്രത്യാശയാണ് നമ്മളെ ഈ ജീവിതത്തിൽ നിലനിർത്തുന്നത്. സ്വർഗീയമായ ഒരു മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ജീവിതം നയിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. ശിഷ്യന്മാരുടെ കാര്യം എന്താ? ശിഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. തകർന്നടിഞ്ഞ മനസ്സും ശരീരവുമായിട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിഷ്യന്മാരിൽ തന്നെ വലിയവനായ പത്രോസ് പറഞ്ഞു, ദേ ഞാൻ മീൻ പിടിക്കാൻ പോവാം, ഇതൊക്കെ മതി, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. വചനം പഠിപ്പിക്കുന്നു, 3-ാം തിരുവചനം, യോഹന്നാൻ്റെ സുവിശേഷം 21:3. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി
വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തലം നമ്മളൊന്ന് ധ്യാനിക്കണം. ദൈവം വലിയ വാഗ്ദാനങ്ങൾ ഈ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവരുടെ കൊച്ചു മനുഷ്യബുദ്ധിയിൽ ഇവർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഇനി പ്രായോഗികമായിട്ട് ചില വഴികൾ നോക്കാം. പഴയ നിയമത്തിൽ ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് അബ്രാഹമാണ്. അബ്രാഹത്തോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിച്ചു മാറ്റി നിർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാഹമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും കുഞ്ഞുങ്ങളുണ്ടാകും. ഈ അബ്രാഹത്തിനൊന്നും മനസ്സിലാവണില്ല. അബ്രാഹത്തിന് വലിയ പ്രതീക്ഷ ഉള്ളിലോട്ട് സാവധാനം വരുന്നുണ്ട്. എന്നാൽ നമ്മൾ സാവധാനം വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന അബ്രാഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? നിരാശയും ദുഃഖവും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രാഹത്തോട് പറയുന്ന, അബ്രാഹമേ, നിനക്കെന്താ സങ്കടം? അബ്രാഹം പറയും, ദൈവമേ, നീ എന്തോരം വാഗ്ദാനം എന്നോട് പറഞ്ഞേ. ഇത്രയും വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തുണ്ട്? എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്കൊന്നുമില്ല. നീ പറഞ്ഞ വാഗ്ദാനം എൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റണ്ടേ? ഒന്നും എനിക്ക് കിട്ടണില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിരാശയും ദുഃഖവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളും ഏതെങ്കിലും ധ്യാനാവസരത്തിലോ ശുശ്രൂഷ അവസരത്തിലൊക്കെ നിങ്ങൾ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒത്തിരി ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നിനക്കിങ്ങനെ ലഭിക്കും, നിൻ്റെ ജീവിതം ഇങ്ങനെയാകും. ഒരുപക്ഷെ ഇന്നും നീ ചിന്തിക്കുന്നു, ഇത്രയധികം വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇതെവിടെ? ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ശിഷ്യന്മാരുടെ ചോദ്യവും ഇതുതന്നെയാണ്. ആ ചോദ്യത്തിനിടയിലാണ് അവരവരുടേതായ മാനുഷിക ബുദ്ധിയിൽ അവർ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്താണ്? ഏതായാലും ഇനി ഞങ്ങളൊന്നിറങ്ങി ഒന്ന് അധ്വാനിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അവരിറങ്ങി അധ്വാനിക്കാനിറങ്ങി. അവരുടെ അധ്വാനം എന്തായി? അതിൻ്റെ ഫലം വചനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇവരെക്കുറിച്ച് നമുക്കറിയാം. മീൻപിടുത്തക്കാർ, സ്പെഷ്യലൈസേഷൻ ഉള്ളവരാണ്. നല്ല പോലെ ഇവർക്കറിയാം കടലിൽ എവിടെയാണ് മീനുള്ളത്, ഏത് സമയത്താണ് മീൻ പിടിക്കേണ്ടത്. ഇത്രയും നാളും മീൻ പിടിച്ച് പഴക്കമുള്ള ആളുകളാണ്. ഇത്രയും ബോധവും ബുദ്ധിയുള്ള ഇവർ മീൻ പിടിച്ചിട്ട് ആ രാത്രിയിൽ ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം, അവരുടെ മാനുഷിക ബുദ്ധിയിൽ അവർ ചിന്തിച്ച ഒരു കാര്യവും നടന്നില്ല. അടുത്ത വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വചനം പറയുന്നു, ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. ഉഷസ്സായപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, തളർന്നിരിക്കുന്ന സമയം. അപ്പോഴാണ് പ്രഭാതം പൊട്ടിവിടരുന്ന സമയം. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പ്രഭാതമാകുന്ന സമയം, ഉഷസ്സാവുന്ന സമയത്തെക്കുറിച്ച് ചില ബോധ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 24-ാം തിരുവചനമാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സമ്പത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. വചനം പഠിപ്പിക്കുന്നത് എന്താണ്? രാത്രി കഴിഞ്ഞ അവസരത്തിൽ പ്രഭാതമാകുന്ന സമയത്ത് ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു. ശത്രുക്കളെ നിബദിക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി അനുഭവപ്പെട്ടു എന്ന് തിരുവചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാതമായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? പ്രഭാതമായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല, അവർക്ക് മനസ്സിലായില്ല. അവർക്ക് അല്ലെങ്കിൽ തന്നെ എങ്ങനെ മനസ്സിലാവും?
രാത്രി മുഴുവൻ വലയിട്ട് വിഷമിച്ച് ഒരു പൊടിമീൻ പോലും കിട്ടാതിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് എങ്ങനെ മനസ്സിലാകും? പ്രിയപ്പെട്ടവർ, അടുത്ത തിരുവചനം പറയുന്നു, യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. ആരോടാ ഈശോ പറയണേ? മുക്കുവന്മാർ, വെള്ളത്തിൽ കളിച്ച് ജീവിതം മുഴുവൻ വെള്ളക്കടലിൻ്റെ ഓരോ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ശേഷിയുള്ള ശിഷ്യന്മാരോടാണ് പറയുന്നത്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. പ്രഭാതമായപ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, മീൻ പിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് പ്രഭാതത്തിലല്ല, രാത്രിയിലാണ്. മീൻപിടുത്തത്തോട് ബന്ധപ്പെട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം, രാത്രിയിലാണ് മീൻ പിടിക്കുന്നത്, പ്രഭാതത്തിലല്ല. പ്രഭാതത്തിലൊക്കെ നിങ്ങൾ കടൽക്കരയിലോ മീൻപിടുത്തത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും മുനമ്പങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വഞ്ചിയുമായിട്ട് ഇതാ മുക്കുവന്മാർ തിരിച്ചു വരുന്നു. മീൻ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയം രാത്രിയിലാണ് മീൻ പിടിക്കുന്നത്. പ്രഭാതമാകുമ്പോൾ മീൻപിടുത്തം കഴിഞ്ഞു വരുന്ന സമയമാണ്. ഈ പ്രഭാതത്തിലാണ് യേശു പറയുന്നത്, നീ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. പ്രിയപ്പെട്ടവരെ, നടക്കാൻ സാധ്യതയില്ലാത്ത സമയത്താണ് യേശു ഇപ്രകാരം പറയുന്നത്. ഈ ശിഷ്യന്മാരുടെ ബുദ്ധിയിൽ ഒരു പക്ഷേ തെളിഞ്ഞിട്ടുണ്ടാവും, എന്തൊരു മണ്ടത്തരായി പറയണേ, ഈ രാത്രി മുഴുവൻ മീൻ പിടിക്കാനായിട്ട് സ്ഥലവും സാഹചര്യങ്ങളും അറിയാവുന്ന ഞങ്ങൾ പിടിച്ചിട്ട് കിട്ടാത്തിടത്താണോ നീ വലതുവശത്ത് മീൻ പിടിക്കാൻ പറയുന്നത്? ഇതെങ്ങനെ കിട്ടും? ശിഷ്യന്മാരുടെ ഉള്ളിൽ സ്വാഭാവികമായും അസ്വസ്ഥതകളുണ്ടാകാം. എങ്കിലും വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ കാര്യം അവർ കണ്ണുമടച്ചങ്ങോട്ട് ചെയ്തു. ഇനി എന്താ നിവൃത്തി? വേറെ ഒരു മാർഗവും ഇല്ല. ഈ ഒരു വഴിയും ഇനി ഇല്ല എന്ന ഘട്ടമെത്തിയപ്പോൾ, ഇനി മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഒരു പൊടിമീൻ പോലും കിട്ടാത്ത ഘട്ടമെത്തിയപ്പോൾ അവർ യേശു പറഞ്ഞത്, യേശുവാണെന്ന് പോലും അറിയത്തില്ല, ഏതോ വഴിപോക്കൻ പറഞ്ഞ കാര്യം പോലും ചെയ്യാനായിട്ട് അവർ സന്നദ്ധരായി കണ്ണും പൂട്ടി അനുസരിച്ചു. ഫലമോ വലിയ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരുടെ ജീവിതാനുഭവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് അവലോകനം ചെയ്ത് നോക്കിക്കേ. ജീവിതത്തിൻ്റെ ബുദ്ധി പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ദൈവികമായ കാര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പല വഴികളിലൂടെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ യാത്രയിലുടനീളം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ബുദ്ധി ഒരു ഘട്ടമെത്തുമ്പോൾ അവസാനിക്കും. മാനുഷികമായ പദ്ധതികൾ ഒരു ഘട്ടമെത്തുമ്പോൾ അവസാനിക്കും. അതിനപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, മാനുഷിക ബുദ്ധികൾ അവസാനിക്കുന്നിടത്ത് ദൈവം തൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കും. എന്നെ കേൾക്കുന്ന ഈ സമയം നിൻ്റെ തലയിൽ ഇത് ഉറപ്പിച്ചു വെച്ചോണം. മനുഷ്യബുദ്ധി എന്ന് അവസാനിക്കുന്നുവോ, എന്ന് നീ അവസാനിപ്പിക്കുന്നുവോ, അവിടെ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കും. നീ വിചാരിച്ചൊരു വാതിലെ മുട്ടി ഇതിപ്പം തുറക്കും. എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധിച്ചോ, നിൻ്റെ ജീവിതത്തിൽ എത്രയോ വാതിലുകൾ നീ മുട്ടിയിട്ടും തുറക്കുന്നില്ല എന്നൊരു ചിന്തയുണ്ടോ? കർത്താവ് നിനക്ക് വേണ്ടി ഒന്നിനു പകരം 7 വാതിലുകൾ തുറക്കും. എപ്പോഴാണെന്നറിയോ? നീ നിൻ്റെ പദ്ധതി, നിൻ്റെ കണക്ക് കൂട്ടലുകൾ നീ അവസാനിപ്പിച്ചിട്ട് തമ്പുരാൻ്റെ പക്കലേക്ക് തിരിയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കല്ലറയിങ്കൽ അടക്കം ചെയ്തപ്പോൾ യഹൂദജനത്തിന്, പട്ടാളക്കാർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇവൻ്റെ അധ്യായം തീർന്നു. മാനുഷിക ബുദ്ധിയിൽ അവർ ചെയ്യാവുന്നതെല്ലാം ദൈവപുത്രനോട് ചെയ്തു. കുരിശിലേറ്റി അവനെ കൊന്നു, അതിനുശേഷം കല്ലറയിലടക്കം ചെയ്തു, സീൽ വെച്ചു. എന്നാൽ വചനം പഠിപ്പിക്കുന്ന എന്താണ്? കല്ലറയിലടക്കം ചെയ്തവൻ ഉദ്ധാനം ചെയ്തു. ഓരോ ഉദ്ധാനത്തിൻ്റെ ദിനവും നിന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി അവസാനിച്ചെടുത്ത് ദൈവം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ആരംഭിക്കുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വചനപ്രസംഗകൻ തൻ്റെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. വളരെ മനോഹരമായിട്ടുള്ള സാക്ഷ്യം. അദ്ദേഹം കേരളത്തിലെ മലബാർ പ്രദേശത്തുള്ള ഒരു സുവിശേഷ പ്രഘോഷകൻ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഇവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. സങ്കടവും ദുഃഖവും. 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ സങ്കടം കൂടി വന്നു. 3-4 വർഷമായപ്പോൾ സങ്കടത്തിൻ്റെ ആഴം വ്യാപ്തി വർദ്ധിച്ചു.
അങ്ങനെ ഇരിക്കെ ആരോ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ, നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണും. കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ അടുക്കെ പോയി ഇവരുടെ ശാരീരിക മേഖലകളൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറാണ്. ഈ ഡോക്ടർ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ചികിത്സയിലൂടെ എത്രയോ സ്ത്രീ പുരുഷം എത്രയോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു, പിന്നെ നിങ്ങളുടെ കാര്യം ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മതി, മരുന്നുകൾ കഴിച്ചാൽ മതി, ഭക്ഷണങ്ങൾ ക്രമീകരിച്ചാൽ മതി. അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഇവരൊരു 3 വർഷം കൂടെ വീണ്ടും മുമ്പോട്ട് നീങ്ങി. ഓരോ വർഷം കഴിയുമ്പോഴും നിരാശ കൂടിക്കൂടി വന്നു. അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ 6 വർഷമായി മൊത്തം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, 6 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഡോക്ടറിൻ്റെ കീഴിൽ 3 വർഷം, ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നേക്കാളും മുതിർന്ന വലിയൊരു ഡോക്ടറുണ്ട് ഈ കേരളത്തിൽ തന്നെ, വലിയൊരു ഡോക്ടർ, അദ്ദേഹം ഈ വിഷയത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകും. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടോ, ദമ്പതികളൊക്കെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, അത്ര വിദഗ്ധനായിട്ടുള്ള വ്യക്തിയാണ്. ഇവർ ആ പറഞ്ഞ പ്രകാരം ആ ഡോക്ടറെ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടു. ഇവർ കണ്ട ദിവസം തന്നെ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, എൻ്റെ കീഴിൽ ആരൊക്കെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറുടെ കീഴിൽ ഇവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, നാളുകളേറെ കഴിഞ്ഞു, മാസങ്ങളേറെ കഴിഞ്ഞു, വർഷങ്ങൾ ഒന്നൊന്നായി കഴിയാൻ തുടങ്ങി, 4 വർഷം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വർഷം 11 കഴിഞ്ഞു ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. 4 വർഷം ഈ ഡോക്ടറിൻ്റെ അടുക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെന്നു. 4 വർഷത്തോളം കഴിഞ്ഞു ഈ ഡോക്ടറിൻ്റെ അടുക്കൽ മാത്രം. അതിനു മുമ്പ് മറ്റേ ഡോക്ടർ 3 വർഷം. അങ്ങനെ ഈ ഡോക്ടറിൻ്റെ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഈ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് ഇവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നുള്ളിൽ, നിങ്ങളെ കാണുമ്പോഴൊക്കെ സങ്കടമാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? ഈ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ വ്യക്തികൾക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കേസ് വളരെ അപൂർവമായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ കാരണം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, എനിക്കിനി നിങ്ങളുടെ മേൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല, കാരണം എനിക്ക് കഴിവില്ല. എനിക്കിനി നിങ്ങളുടെ മേൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ ഒരു മരുന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല, ഇനി നിങ്ങളിങ്ങോട്ട് വരണ്ട. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം ഇക്കാലം അത്ര ഇവർ ആശ്രയിച്ചിരുന്ന ഈ ഡോക്ടറായിരുന്നു. ഈ ഡോക്ടറിലൂടെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കും, വലിയ പ്രത്യാശയായിരുന്നു. കാരണം ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഡോക്ടർ ഏറ്റവും മിടുക്കനാണ്. അങ്ങനെ ഇവരാശ്രയിച്ചിരുന്ന ഈ ഡോക്ടറും കൈവിട്ടു. ആ രാത്രി ഇവരുടെ ജീവിതത്തിലെ അസ്വസ്ഥതയുടെ രാത്രിയായിരുന്നു. ആശുപത്രിയിൽ തിരിച്ചു വന്ന് വീട്ടിലെത്തിയപ്പോൾ ഇവർക്കൊന്നും മിണ്ടാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഭാര്യയും ഭർത്താവ് സങ്കടത്തിലാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ, സങ്കടം. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരാദ്യം എന്ത് ചെയ്തെന്നറിയോ? അവർ പ്രാർത്ഥിക്കുന്ന മുറിയിൽ വന്നിട്ട് അവർ ഈശോയുടെ മുമ്പിൽ കൈകൾ കൂപ്പി. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണേ, ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അതിനുശേഷം ഭാര്യയും ഭർത്താവും കൈകൾ ചേർത്ത് പിടിച്ച് ആ രാത്രി മുഴുവൻ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ ഇടപെടണമേ. വേറൊന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. രാത്രി മുഴുവൻ ഈ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചു, കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ ഇടപെടണമേ. പ്രിയപ്പെട്ടവരെ, നീണ്ട നാളുകൾ ഈ പ്രാർത്ഥന തുടർന്നു. പ്രാർത്ഥന തുടർന്നു. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഗർഭവതിയായി. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു. തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു വെച്ചു, അച്ഛാ, അതിനുശേഷം വീണ്ടും കർത്താവ് എനിക്കൊരു കുഞ്ഞ് തന്നു, എനിക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ. ഈ വചനപ്രസംഗകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ മാനുഷിക ബുദ്ധിയിലുണ്ടായിരുന്ന ആലോചനകളെല്ലാം ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ അടിയറ വെച്ചിട്ട്, കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ ഇടപെടണമേ എന്ന് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച നാൾ മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ബുദ്ധി അവസാനിക്കുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രഭാതത്തിൽ ശിഷ്യന്മാർക്ക് മീൻ കൊടുത്ത ദൈവം ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത സമയത്തും സാഹചര്യത്തിലും ദൈവം ഇടപെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടും, ഉറപ്പാണ്.
യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 19-ാം തിരുവചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എന്താ വചനം പഠിപ്പിക്കണമെന്നറിയോ? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ ഒരു വചനത്തിൻ്റെ അഭിഷേകമായിട്ട് സ്വീകരിച്ചു കൊള്ളുക. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനദേശത്തൊരു പാത, ഒരു പാത പോലും സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ഞാനൊരു വഴിയുണ്ടാക്കും. മരുഭൂമിയിൽ ഒരു നദി പോലുമില്ല, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി നദി, അവിടെ നിനക്ക് വേണ്ടി ഒരു ഉറവ നിനക്ക് നൽകും. ഇത് കേൾക്കുമ്പോൾ നീ വിശ്വസിച്ചോ? നിൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് നടുവിൽ, നിരാശയും ദുഃഖവും ശിഷ്യന്മാരെ പോലെ ഇരിക്കുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ കർത്താവ് പറയുന്നു, മകനെ മകളെ നീ അസ്വസ്ഥപ്പെടേണ്ട കേട്ടോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവ് പറയുന്നു: തമ്പുരാനിൽ ശരണം വയ്ക്കുക, ദൈവം നിന്നെ കാത്തുകൊള്ളും. ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.